അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും. സനിസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനിസ, നേരത്തെ രാഹുൽ ഈശ്വർ കോടതിയെ അറിയിച്ചത് ഈ പോസ്റ്റുകളൊക്കെ പിൻവലിക്കാമെന്നാണ്. പക്ഷേ ആ വാദം പോലും കോടതി അംഗീകരിച്ചിട്ടില്ല എന്നാണോ? അതെ അനീഷ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളിയത്. രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഇത്തരത്തിൽ രാഹുലിന് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക എന്നും കോടതി വ്യാഖ്യാനിക്കുകയുണ്ടായി. രാഹുൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ പിൻവലിക്കുമെന്ന് കോടതിയെ നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ കസ്റ്റഡിയിലായതിനു ശേഷം വലിയ രീതിയിൽ ഈ നിരാഹാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിലായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നത് വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് ജാമ്യം തള്ളിയിരിക്കുന്നത്. പ്രോസിക്യൂഷനും ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ഈ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകുകയാണെങ്കിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയുണ്ടെന്നും വാദിച്ചിരുന്നു. ഇതിന്റെ കൂടെ ഇത് കോടതിക്ക് വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് ജാമ്യം തള്ളിയിരിക്കുന്നത്. കൂടാതെ തന്നെ രാഹുൽ ഈശ്വർ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് പുറത്തുവിട്ട 12 വീഡിയോയിലും അത്തരം അപമാനിക്കുന്ന കണ്ടന്റുകൾ ഉണ്ട് എന്നതും കോടതിക്ക് വ്യക്തമായ ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് രാഹുലിന്റെ ജാമ്യം തള്ളിയത്. കൂടാതെ കസ്റ്റഡി അപേക്ഷ 10 പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. 10 കോടതിയിൽ രാഹുൽ ഹാജരാവേണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരാഹാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രാഹുൽ തുടരുന്നത്. 10 കോടതിയിൽ ഹാജരാകണമെന്ന പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതുവരെ അന്വേഷണം നടന്നില്ലെന്നതും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതിയുടെ നിസ്സഹരണം കോടതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അനീഷ.